Wtsapp guys, Revokerz നാസിമാണ്. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് S24 സീരീസ്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ S24 Ultra. നോർമൽ ആയിട്ട് എല്ലാ കൊല്ലവും S സീരീസ് ഇറങ്ങുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ ഒരു ലീക്ക് അനൗൺസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ S24 സീരീസ് ജാനുവരി 17-ാം തീയതി ഒഫീഷ്യൽ ആയിട്ട് ഗ്ലോബലി ലോഞ്ച് ആകുമെന്നാണ് പറയുന്നത്. അന്ന് മുതൽ തന്നെ എല്ലാ ആളുകൾക്കും പ്രീ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും സാംസങ് ഒരുക്കി വെച്ചിട്ടുണ്ട്. S24 Ultra'യുടെ കുറച്ച് കൂടുതൽ ലീക്സ് നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ക്യാമറ എത്രത്തോളമാണ്, ഏത് തരത്തിലുള്ള മോഡലിലാണ് ഈ ഫോൺ ഇറങ്ങാൻ പോകുന്നത്, S24 സീരീസിലെ ഏതൊക്കെ തരത്തിലുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻസ് ആണ് ഇത്തവണ സാംസങ് കൊണ്ടുവരാൻ പോകുന്നത്, ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. 24 Ultra'യുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഡിസ്പ്ലേ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് S23-ലും S22-ലും കണ്ടതുപോലെ തന്നെ ആ ഒരു കർവ്ഡ് മാറ്റിയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വരാനാണ് സാധ്യത. S24 സീരീസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത്തവണ iPhone 50-ൽ ഇറങ്ങിയിരിക്കുന്നത് പോലെ തന്നെ ടൈറ്റാനിയം ഫ്രെയിം ആയിരിക്കും S24-ന്റെ ആ ഒരു മോഡലിലേക്ക് വരുന്നതെന്നാണ് റൂമേഴ്സ് ആൻഡ് ലീക്സ് വരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കുറച്ചുകൂടി ഡ്യൂറബിലിറ്റി കിട്ടാനും അതേപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ വെയിറ്റ് കുറയ്ക്കാനും വേണ്ടിയാണ് ടൈറ്റാനിയം ഫ്രെയിം നോർമലി ഉപയോഗിക്കുന്നത്. ഇത് ഐഫോണിൽ നിന്നും കടമെടുത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ S24, S24 Plus, S24 Ultra ഈ 3 മോഡലുകളിലായിരിക്കും മെയിൻ ആയിട്ട് ഈ ഒരു മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ഐഫോണിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഈ ഒരു ടൈറ്റാനിയം ഫ്രെയിം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. കാരണം Pro Max 14 Pro Max ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബൾക്കായിട്ട് നല്ല വെയിറ്റ് നമുക്ക് അനുഭവപ്പെടുമായിരുന്നു. പക്ഷേങ്കിൽ 15 Pro Max അല്ലെങ്കിൽ 15 Proയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു ടൈറ്റാനിയം ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ S24 Ultra'യിലേക്ക് നമുക്ക് ഈ ഒരു ടൈറ്റാനിയം ഫ്രെയിം വന്നു കഴിയുമ്പോൾ ഏകദേശം 1 ഗ്രാം മാത്രമായിരിക്കും കുറയുന്നത്. ഓൾറെഡി S24 Ultra നല്ല രീതിയിൽ വെയിറ്റ് കുറച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു ബോണസ് ആയിട്ട് ഒരു 1 ഗ്രാം കൂടി ചിലപ്പോൾ ടൈറ്റാനിയം ഫ്രെയിം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കുറയും. S24 കാത്തിരിക്കുന്ന ആരാധകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ലീക്ക് ഒക്കെ വന്നപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. സാംസങ്ങിന്റെ സ്വന്തം പ്രൊസസർ ആയിട്ടുള്ള Exynos 2400 ആണ് ഇതിൽ വരാൻ പോകുന്നതെന്ന്. അതേപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞിരുന്നു സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. Exynosന്റെ 2400 എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റ് ഒട്ടും മോശക്കാരൻ തന്നെയല്ല. സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 3യോടെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു Exynos 2400 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മോശമായ ചിപ്സെറ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ S24 സീരീസിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു ചിപ്സെറ്റിന്റെ കാര്യത്തിൽ 2 രീതിയിൽ വരുമെന്നാണ് പറയുന്നത്. S24 20 Plusല് Exynosന്റെ 2400യും S24 Ultra വരുന്ന സമയത്ത് 8 Gen 3യും വരുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു Exynos 2400 വരുന്നത് ചില റീജിയനിൽ മാത്രമായിരിക്കും എന്നുമുള്ള ഒരു റൂമർ വരുന്നുണ്ട്. ഈ ഒരു റീജിയനിൽ നമ്മുടെ ഇന്ത്യ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും Exynosന്റെ 2400 വെച്ച് തന്നെയായിരിക്കാം വരുന്നത് 2 സീരീസ്. പക്ഷേങ്കിൽ S24 Ultra ഉറപ്പായിട്ടും 8 Gen 3 എന്ന് പറയുന്ന പ്രൊസസറോട് കൂടി തന്നെ ഇറങ്ങാൻ സാധ്യതയുള്ളൂ. ക്യാമറ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ S22-ലും S23-ലും കണ്ടതുപോലെ തന്നെ S24ലേക്ക് വരുമ്പോഴും ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. മെയിൻ ക്യാമറ S23-ലെ പോലെ തന്നെ 200 മെഗാ പിക്സൽ ആയിരിക്കും വരാൻ പോകുന്നത്. 12 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. 10 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ S24 സീരീസിൽ പുതിയതായിട്ട് വരാൻ പോകുന്നത് 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ കൂടിയാണ്. ഈ ഒരു 50 മെഗാ പിക്സൽ 5x സൂം ആണ് സാംസങ് തരുന്നത്. S23 Ultra വന്നു കഴിയുമ്പോൾ 10x സൂം നമുക്ക് അവർ ഉറപ്പായിട്ടും തന്നിട്ടുണ്ടായിരുന്നു. അതിനെ മാറ്റിയതിനു ശേഷം iPhone 50 Pro ഇപ്പോൾ തന്നിരിക്കുന്ന പോലെ 5x സൂം ആയിരിക്കും ഈ ഒരു 50 മെഗാ പിക്സലിന്റെ ക്യാമറയിൽ അവർ നമുക്ക് തരാൻ പോകുന്നത്. 50 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ 5x സൂമിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു 50 മെഗാ പിക്സലിന്റെ സെൻസറിന് പറ്റുന്നതായിരിക്കും. S22, S23 Ultra'യിൽ കണ്ടതുപോലെ തന്നെ 100x സൂം ആയിരിക്കും ഈ ഒരു S24ലും വരാൻ പോകുന്നത്. പക്ഷേങ്കിൽ ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. സൂമിങ്ങിൽ ഐസോസെൽ ടെക്നോളജിയാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു ഐസോസെൽ സൂമിംഗ് ടെക്നോളജി ഈ ഒരു S24 Ultra'യുടെ ക്യാമറയിൽ ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന വസ്തുക്കളെ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൂമിംഗ് ടെക്നോളജി, ഐസോസെൽ സൂമിംഗ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ സൂം ചെയ്യുന്ന ആ ഒരു പിക്ചർ നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ യാതൊരു വിധ തരത്തിലുള്ള പൊട്ടലോ അതേപോലെ ബ്ലറോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും ഈ ഒരു ടെക്നോളജി കൊണ്ട് ഇവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ AI ഫെസിലിറ്റി ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റിൽ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്.
AI പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ S24 സീരീസിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇമേജ് പ്രോസസ്സിംഗ് നല്ല രീതിയിൽ കുറച്ചുകൂടി മികച്ചതാക്കുവാൻ വേണ്ടി E2E AI റിമോസൈക്ക് AI സിസ്റ്റം ആണ് ഇവരെ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു E2E എൻഡ് ടു എൻഡ് AI റിമോസൈക്ക് സിസ്റ്റം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇമേജിന്റെ പ്രോസസ്സിംഗ് മികച്ച രീതിയിൽ ക്വാളിറ്റിയോട് കൂടി വരുമെന്നാണ് ഇപ്പോൾ ലീക്സ് റൂമേഴ്സ് പ്രകാരം പറയുന്നത്. ഏതായാലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്റെ ലോഞ്ചിങ്ങിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ കൂടി നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതേപോലെ നല്ല നല്ല വീഡിയോസ് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.